ഈ SFI പലപ്പോഴും സ്ത്രീവിരുദ്ധ നിലപാടുകൾ ക്യാമ്പസ് തെരഞ്ഞെടുപ്പുകളിൽ എടുക്കാറുണ്ട് എതിർ കാൻഡിഡേറ്റുകളോടെന്ന് പറയാറുണ്ട്. സ്വാഭാവികമായിട്ടും ഞാൻ അതൊന്നും ഒരുപക്ഷെ പുറത്തു പോലും പറയാൻ കഴിയാത്ത കഥകളൊക്കെ ഞാൻ പെട്ടെന്ന് ഇമോഷണൽ ആവുന്നുള്ളൂ. എനിക്കിപ്പോൾ പെട്ടെന്ന് സങ്കടമൊക്കെ വരും. അപ്പോൾ ഒരു പുരുഷൻ്റെ പൊളിറ്റിക്സ് പോലെയല്ല സ്ത്രീയുടെ പൊളിറ്റിക്സ്. സ്ത്രീകളെ എളുപ്പത്തിൽ പൊതുവേദിയിൽ നിന്നോ അല്ലെങ്കിൽ പൊതുമധ്യത്തിൽ നിന്നൊക്കെ ഈ അവോയ്ഡ് ചെയ്ത് കളയാൻ എളുപ്പമുള്ളത് സ്ത്രീയെയാണ്. എവിടെ നിന്നാണ് ശരിക്കും ഒരു രാഷ്ട്രീയ പ്രവേശനം? വളരെ ആക്സിഡൻ്റൽ ആയിട്ടുള്ളൊരു ഫോളിംഗ് ആണ് സംഭവിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. KSUക്കാരി ആവണം എന്നുള്ളൊരു തോട്ട് വരുന്നത് അല്ലെങ്കിൽ ആ ഒരു ഇൻസ്പിറേഷൻ എങ്ങനെയാണ്? ഒരു പെൺകുട്ടിയെ ഉയർത്തി കാണിക്കാനും അല്ലെങ്കിൽ ഉയർത്തി കൊണ്ടുവരാനും അതിൻ്റെ സാധ്യതകളെ ഉപയോഗിക്കാനൊക്കെ അന്ന് അവിടെയുള്ള KSUക്കാർ അവർ കാണിച്ച ഒരു വിശാലതയോ അല്ലെങ്കിൽ അവർ കാണിച്ച വിശാലത ഒന്നും പറയാൻ പറ്റില്ല, അതൊരു നീതിയുടെ ഭാഗമാണ്. ആ നീതിബോധം അവർക്കുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഒരുപക്ഷെ ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നുണ്ടാവുക. കോൺഗ്രസ് വരുമ്പോൾ ആര് മുഖ്യമന്ത്രിയാവും, അതാണല്ലോ ഇവരുടെയൊക്കെ പ്രശ്നം. അപ്പം പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഞാൻ അപ്പം കൊടുക്കുന്നൊരു മറുപടിയാണ് എന്തായാലും പിണറായി വിജയൻ ആകണ്ട എന്നുള്ളതാണ് ഈ നാട്ടിലെ മനുഷ്യർ ആഗ്രഹിക്കുന്നത്. PR വർക്ക് കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരാണെന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. ചാനൽ ചർച്ചകളിലെ തീപ്പൊരി സാന്നിധ്യം, യൂത്ത് കോൺഗ്രസിൻ്റെ ഫയർ ബ്രാൻഡ് സംസ്ഥാന ജനറൽ സെക്രട്ടറി, മികച്ച അധ്യാപിക, എഴുത്തുകാരി, ഇന്ന് നമ്മളോടൊപ്പം പോഡ്കാസ്റ്റിലുള്ളത് സോയ ജോസഫാണ്. വെൽക്കം മാം. യെസ് മാം, രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൽ വളരെ സജീവമായിട്ടുള്ള പ്രവർത്തനമാണ് അല്ലേ? എവിടെ നിന്നാണ് ശരിക്കും ഒരു രാഷ്ട്രീയ പ്രവേശനം? എവിടെ നിന്നാണ് തുടക്കമൊക്കെ? ഞാൻ കോഴിക്കോട് ദേവഗിരി കോളേജിലാണ് പഠിച്ചത്. അപ്പം അതുമായി ബന്ധപ്പെട്ട് അന്നൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം എന്നൊന്നും പറയാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് കോളേജിലൊരു തെരഞ്ഞെടുപ്പ് വന്ന സമയത്താണ് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ രംഗത്തേക്കുള്ള പ്രവേശനം വളരെ അവിചാരിതമായി, വളരെ ആക്സിഡൻ്റൽ ഫോളിംഗ് ആയിരുന്നു. നെവർ വളരെ ആക്സിഡൻ്റൽ ആയിട്ടുള്ളൊരു ഫോളിംഗ് ആണ് സംഭവിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനെ ദേവഗിരി കോളേജിൽ പഠിക്കുന്ന സമയത്ത്, ഞാൻ ഫൈനൽ ഇയറിൽ പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ 2 തവണ SFI ഒരു ഫുൾ പാനൽ അടിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് കോളേജ് യൂണിയൻ തിരിച്ചു പിടിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ, അപ്പോൾ അന്ന് അവിടെയുള്ള ആളുകൾ കൂടി തീരുമാനിച്ചത് ഒരു പെൺകുട്ടിയെ മത്സരിപ്പിക്കാം. കോളേജിൽ, ദേവഗിരി കോളേജിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു പെൺകുട്ടി ചെയർമാൻ എന്ന് പറയുന്ന സാധനം അന്ന് ചെയർപേഴ്സണായിട്ട് ആദ്യമായിട്ട് മാറുന്ന, അന്ന് ഇത്രയൊന്നും ഇങ്ങനെയൊക്കെയുള്ളൊരു ഡെവലപ്മെൻറ്റ്, ഈ ജെൻഡർ ന്യൂട്രൽ ഇങ്ങനെയുള്ള ഡെവലപ്മെൻ്റ് ഒന്നും അന്ന് ഒരു 2010 അപ്പം അത്രയൊന്നും അങ്ങ് ഡെവലപ്ഡ് ആയിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും അന്ന് അങ്ങനെ മത്സരിക്കുകയും അങ്ങനെ ആ കോളേജിലെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സണായിട്ട് ജയിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായി. അതാണ് യഥാർത്ഥത്തിൽ പൊളിറ്റിക്സിലേക്കുള്ളൊരു എൻട്രി. ഈ ബാല്യം, സ്കൂളിംഗ് ഒക്കെ ശരിക്കും നാട് കോഴിക്കോട് തന്നെയാണോ? അവിടെ അല്ല, ഞാൻ നിലമ്പൂർ അല്ലെങ്കിൽ നിലമ്പൂരിനടുത്തുള്ള കരുവാരക്കുണ്ട് എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലെ വളരെ ഒരു മലയോര പ്രദേശമാണ്. ഒരു പക്ഷേ ആ ഒരു സമയത്ത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്താ പറയുക, ഒരു തരത്തിലും ഡെവലപ്പ് ചെയ്യാത്ത ഒരിടം പോലെ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്നൊരു സ്ഥലം കൂടിയായിരുന്നു. പിന്നെ എങ്ങനെയായിരുന്നു ദേവഗിരിയിലേക്കുള്ള ഒരു പ്രവേശനം? അതങ്ങനെ ദേവഗിരി പോകണം എന്നുള്ളത് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ആ സമയത്ത്. ദേവഗിരി പോയില്ലെങ്കിൽ പിന്നെ എന്താണ്ട, അല്ലെങ്കിൽ അത് സംഭവിച്ചിട്ടില്ലെങ്കിൽ അത്രയും പ്രയാസപ്പെടുന്നൊരു സാഹചര്യം മാനസികമായിട്ട്. ഇനി അതല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ എന്താണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കുക. ഞാൻ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് പഠിച്ചത്. അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളതൊന്നുമല്ല, അല്ലെങ്കിൽ അത് ഒരു ഗ്രാജുവേഷൻ എടുക്കുക എന്നുള്ളതൊന്നും, ഒരു റെഗുലർ കോളേജിൽ പോയി പഠിക്കുക എന്ന് പറയുന്ന അത് കുറേ കൂടെ ജീവിതത്തിൻ്റെ ഒരു വലിയ സാധ്യതയാവും എന്നുള്ളൊരു തോന്നലിൽ നിന്നോ ഒരു പക്ഷേ അതൊരു ഇൻറ്റ്യൂഷൻ ആയിരിക്കാം. കാരണം അല്ലാതെ വേറെ പ്രത്യേകതയൊന്നും ഞാൻ കാണുന്നില്ല. ഇപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാൻ എന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നു വെച്ചാൽ ഇല്ല. ഒരു ഗ്രാജുവേഷൻ കിട്ടിയതുകൊണ്ട് എന്തെങ്കിലും ആവുമോ എന്ന് ചോദിച്ചാൽ അതും ഇല്ല, അതുകൊണ്ടൊന്നും ആവില്ല. അപ്പോൾ അന്ന് ഒരു പക്ഷേ ഞാൻ ഏറ്റവും മാത്സിലൊക്കെ ആയിരുന്നു എനിക്ക് കൂടുതൽ മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അത് വളരെ കോൺഷ്യസ്ലി അതൊരു ഹ്യൂമാനിറ്റീസിലേക്കും അല്ലെങ്കിൽ ലിറ്ററേച്ചറിലേക്കും ലാംഗ്വേജിലേക്കൊക്കെ അത് ഡൈവേർട്ട് ചെയ്യപ്പെട്ടു. പിന്നെ അതങ്ങനെ, കാരണം ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ കുറേ കൂടെ ഓറിയൻറ്റഡ് ആണ് കുട്ടികൾ. ഇങ്ങനെ പഠിക്കണം, ഇന്നത് പഠിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ പോകണം എന്നൊക്കെ പറയുന്ന ഒരു പാരൻറ്റിങ്ങും സിസ്റ്റവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് അത്തരത്തിലുള്ളൊരു സംവിധാനം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു അങ്ങനെയുള്ളൊരു സംവിധാനവും സിസ്റ്റവും ഒന്നും അന്ന് ആ നാട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ ഒരു വളരെ ഒരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഉണ്ടാവുന്ന അത്തരത്തിലൊരു ഓറിയൻറ്റേഷനൊന്നും വലിയ സാധ്യതയൊന്നുമില്ല അത്തൊരു കാലമാണ്. അപ്പം അത്തരത്തിലൊക്കെ മാറിപ്പോകണം എന്നുള്ളതൊരു ഇൻറ്റ്യൂഷൻ പോലെയായിരിക്കും. എന്തായാലും പഠിച്ചേ പറ്റൂ എന്നുള്ളൊരു ധാരണയായിരുന്നു. എന്തോ അത് നടന്നു എന്നുള്ളത് മാത്രമാണ്. KSUക്കാരി ആവണം എന്നുള്ളൊരു തോട്ട് വരുന്നത് അല്ലെങ്കിൽ ആ ഒരു ഇൻസ്പിറേഷൻ എങ്ങനെയാണ്? എനിക്ക് അങ്ങനെ ഒരു ഇടതുപക്ഷ അന്ന് നമ്മൾ എല്ലാ വായനകളും അന്നുണ്ടായിരുന്നു. അതെങ്കിൽ ഇടതുപക്ഷ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ്, പ്രോ കോൺഗ്രസ് ആയിട്ടുള്ള വായനയോ ഒരു പ്രോ കോൺഗ്രസ് ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റോ
ഒന്നും അത്തരത്തിലൊരു ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു പക്ഷേ അന്ന് എന്നോട് KSUക്കാരാണ് വന്ന് പറഞ്ഞത്. ഇപ്പം നമ്മൾ പിന്നെ അന്നും അവിടെ ഈ പുരോഗമന പ്രസ്ഥാനം എന്ന് പറയുന്ന SFIക്കാരനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അവരൊന്നും ഒരിക്കലും അവരപ്പോഴും ചിന്തിച്ചില്ല ഞാൻ മത്സരിക്കുന്നത് ഒരു ആൺകുട്ടിയോടാണ്. ഞാൻ വനിതാ ചെയർപേഴ്സണായിട്ട് മത്സരിക്കുന്നത് എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പെൺകുട്ടിയല്ല, അത് SFIയുടെ ഒരു ആൺകുട്ടിയാണ് എന്നോട് മത്സരിക്കുന്നത്. കാരണം അവരൊന്നും ചിന്തിക്കാത്ത, അല്ലെങ്കിൽ അതിനേക്കാൾ നന്നായി ഒരു പെൺകുട്ടിയെ ഉയർത്തി കാണിക്കാനും അല്ലെങ്കിൽ ഉയർത്തി കൊണ്ടുവരാനും അതിൻ്റെ സാധ്യതകളെ ഉപയോഗിക്കാനൊക്കെ അന്ന് അവിടെയുള്ള KSUക്കാർ അവർ കാണിച്ച ഒരു വിശാലതയോ അല്ലെങ്കിൽ അവർ കാണിച്ച വിശാലത എന്നും പറയാൻ പറ്റില്ല, ഒരു നീതിയുടെ ഭാഗമാണ്. ആ നീതിബോധം അവർക്കുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഒരുപക്ഷെ ഞാൻ ഇന്ന് പിന്നെ ഇവിടെ ഇരിക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ അത്തരത്തിലൊരു പൊളിറ്റിക്കൽ എൻട്രി ഒരിക്കലും സാധ്യമാവുമായിരുന്നില്ല വേറെ ഒരു സാഹചര്യത്തിലൂടെയും. എൻ്റെ കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു തരത്തിലോ ഞാൻ അത്തരത്തിലൊരു പൊളിറ്റിക്കൽ എൻട്രി ഉണ്ടാകും എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. 1% പോലും ഉണ്ടാകാൻ സാധ്യതയുമില്ല. ദേവഗിരിയിലെ ഒരു ചെയർമാൻഷിപ്പിന് ശേഷം പിന്നെ എന്തായിരുന്നു സംഭവിച്ചത്? ദേവഗിരിക്ക് ശേഷം പിന്നെ സ്വാഭാവികമായിട്ടും പിന്നെ KSUവിൻ്റെ ജില്ലാ സെക്രട്ടറി ആവാൻ കഴിഞ്ഞു. അന്ന് ആദ്യത്തെ ഈ കുറേ വർഷങ്ങൾക്ക് ശേഷമുള്ള വോട്ടിംഗ് പ്രോസസ്സിലൂടെ ജില്ലാ ഭാരവാഹികൾ അല്ലെങ്കിൽ സംസ്ഥാന ഭാരവാഹികളെയൊക്കെ കണ്ടെത്തുന്ന KSUവിൻ്റെ ഇലക്ഷൻ പ്രോസസ്സ് നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ദേവഗിരിയിൽ അത്യാവശ്യം പിന്നെ KSUക്കാരുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ ബൾക്കായിട്ടുള്ള ഒരു വോട്ടിംഗ് ഡെലിഗേറ്റ്സിനെയൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് തന്നെ ഞങ്ങൾ 3 പേര് ഭാരവാഹികളാണ്. വിത്തൗട്ട് എനി അങ്ങനെ ഒരു മറ്റ് സംവിധാനങ്ങളുടെ ഒന്നും ഭാഗമാവാതെ തന്നെ ഞങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് 3 ജില്ലാ ഭാരവാഹികളെ ഉണ്ടാക്കാൻ അന്ന് കഴിഞ്ഞു. അപ്പം അത്തരത്തിൽ KSUവിൻ്റെ ജില്ലാ ഭാരവാഹിയാകുകയാണ്. അപ്പോൾ അപ്പോഴും എന്നോട് ചോദിച്ചു നമുക്ക് ജില്ലാ ഭാരവാഹിയാകാം. അപ്പോഴും ഞാൻ പറഞ്ഞു എനിക്കതിൻ്റെ ആവശ്യമില്ല, ഞാനങ്ങനെ പൊളിറ്റിക്സിലേക്ക് എൻട്രി ചെയ്യാൻ വന്ന ഒരാളല്ല. ഞാൻ കോളേജ് യൂണിയൻ ചെയർപേഴ്സണായി, അത് ശരിയാണ്, പക്ഷേ ഞാനൊരു പൊളിറ്റിക്കൽ എൻട്രി ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ കോളേജിൻ്റെ ഫൈനൽ ഇയർ ടൂർ പോയ സമയത്താണ് അവരെന്നെ വിളിക്കുന്നത്, ഇങ്ങനെ ഇതിൻ്റെ ഒരു ഇത് നടക്കുന്നുണ്ട്, അപ്പം നിൻ്റെ പേര് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു എൻ്റെ പേര് കൊടുക്കണ്ട എന്ന് പറഞ്ഞൊരാളാണ് ഞാൻ. അപ്പോഴും ഞാൻ പൊളിറ്റിക്കൽ എൻട്രിയെ പറ്റിയിട്ട് സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ ഗൗരവകരമായിട്ട് ഒരു പൊളിറ്റിക്കൽ എൻട്രി ഉണ്ടാവണമെന്ന് ചിന്തിച്ചിട്ടുള്ള ഒരാളല്ല. ഒരു ഓർമ്മയിൽ ഒരു KSU കാലം എങ്ങനെയായിരിക്കും മാം പറയുക, അടയാളപ്പെടുത്തുക? ജീവിതത്തിലെ ഏറ്റവും, കാരണം അതില്ലെങ്കിൽ ഒരു പക്ഷേ പിന്നീട് ഉണ്ടാകുന്ന കുറേ സമയങ്ങളില്ല. അന്നുണ്ടായ KSU കൊണ്ടാണ് പിന്നീട് ജീവിതം, പൊളിറ്റിക്സ് എന്ന് പറയുന്നൊരു ജീവിതം, ആ ജീവിതത്തിൻ്റെ ഒരു ഭാഗം ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുക. അല്ലെങ്കിൽ പിന്നീട് അതില്ലല്ലോ. ഞാനങ്ങനെ ഇപ്പം എൻ്റെ പാരൻസിൻ്റെയോ അല്ലെങ്കിൽ ഒരു ലീനേജിൻ്റെയോ ഒന്നും ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരാളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നത്തെ KSU ഇല്ലെങ്കിൽ ഇന്ന് രാഷ്ട്രീയം സംസാരിക്കുന്ന ഒരാളുണ്ടാവില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ആ കോളേജിൻ്റെ പിന്നെ ഡെസ്കുകളിൽ, ദേവഗിരി കോളേജിൻ്റെ, ഞാൻ എല്ലായിടത്തും പറയുന്നൊരു കാര്യമാണ്, ദേവഗിരി കോളേജിൻ്റെ ഡെസ്കുകളിൽ തട്ടിയാണ് ഞാൻ ആദ്യമായി പ്രസംഗിക്കാൻ പഠിച്ചത് എന്ന് ഞാൻ എല്ലായിടത്തും പറയുന്നൊരു കാര്യമാണ്. അതിൻ്റെ വരാന്തകളിൽ നിന്നാണ് നമ്മൾ മുദ്രാവാക്യം വിളിക്കാൻ പഠിക്കുന്നത്. അവിടെ നിന്നാണ് നമ്മളൊരു പൊളിറ്റിക്കൽ കോൺഷ്യസ്നെസ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ധാരണയിലേക്ക് വരുന്നത്. നമുക്ക് വിശാലമായിട്ടുള്ളൊരു രാഷ്ട്രീയ ബോധം ഉണ്ടായിരുന്നു, രാഷ്ട്രബോധം ഉണ്ടായിരുന്നു എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ ഒരു പാർലമെൻ്ററി ജനാധിപത്യത്തിൽ മത്സരിക്കുന്നത് നമുക്ക് ചുറ്റും നിൽക്കുന്ന പിന്നെ അല്ലെങ്കിൽ SFI പോലെ അല്ലെങ്കിൽ ഇടതുപക്ഷം പോലെയുള്ള ഒരു സിസ്റ്റത്തോടാണ് എന്നുള്ളതൊക്കെ പഠിക്കുന്നത് അവിടെ നിന്നാണ്. രാഷ്ട്രീയ പ്രവർത്തനം ജീവിതത്തിൽ കുറേ വഴികാട്ടിയായിട്ടുണ്ടെന്ന് തോന്നി. അന്നത്തെ ഒരു കാലഘട്ടത്തെയും അതിജീവിക്കാൻ പഠിക്കുക എന്നുള്ളത് ഒരു ആത്മവിശ്വാസം, ഒരു പേടിയില്ലായ്മ, കാര്യങ്ങൾ പറയാനുള്ള പിന്നെ ഒരു ധൈര്യം ഉണ്ടാക്കുക. പിന്നെ ചുറ്റും നമ്മുടെ മുൻപിൽ ഒരു ലക്ഷക്കണക്കിന് മനുഷ്യർ നിന്നാലും ആത്മവിശ്വാസത്തോടു കൂടെ സംസാരിക്കാൻ കഴിയുക എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ബേസ് അവിടെ നിന്നാണ്. അന്ന് സംസാരിച്ചില്ലെങ്കിൽ പിന്നെ ഒരിക്കലും ചിലപ്പോൾ സംസാരിച്ചൊന്നും വരില്ല. അന്ന് സംസാരിച്ചതുകൊണ്ട് മാത്രമാണ് ഇന്നും സംസാരിക്കുന്നത് എന്ന് തന്നെയാണ് കരുതുന്നത്. അങ്ങനെയാണ് ഈ ഒരു പ്രസംഗത്തിലുള്ളൊരു പ്രാവീണ്യം. ഇപ്പം രാഷ്ട്രീയത്തിലുടനീളം സ്വയം എന്നറിയപ്പെടുന്ന സോയ ജോസഫ് എന്നാൽ അത് പ്രസംഗം അല്ലെങ്കിൽ ഡിബേറ്റ് എന്നുള്ള രീതിയിലാണ്. എങ്ങനെയാണ് അവർ പ്രാവീണ്യം നേടിയെടുക്കുന്നത്? അന്നിപ്പം സ്കൂളുകളിലൊക്കെ സംസാരിക്കുമായിരുന്നു എന്ന് ചോദിച്ചാൽ ഫോർ ദ സേക്ക് ഓഫ് എന്നുള്ളത് പോലെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമായിരുന്നു എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ കോളേജിൻ്റെ ഒരു ഫൈനൽ ഇയറിലാണ് ഒരു പൊളിറ്റിക്കൽ സ്പീച്ച് എന്നൊക്കെ പറയുന്നത് നടത്താൻ ഇതാവുന്നത്. എനിക്ക് കോളേജ് യൂണിയൻ ചെയർപേഴ്സണായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് ദേവഗിരി പോലെയുള്ള വലിയൊരു ക്യാമ്പസിൽ പിന്നെ ആ യൂണിയൻ്റെ പിന്നെ ഇനാഗുറേഷൻ ഡേയിലാണ് ഇത്രയും മനുഷ്യരെ ആദ്യമായിട്ട് മുൻപിൽ കാണുന്നത്. പിന്നീട് അങ്ങനെ സംസാരിക്കാനുള്ള വേദികളൊക്കെ കുറേ അത്തരത്തിലൊക്കെ ചെറിയ രീതിയിലൊക്കെ രൂപപ്പെട്ടിരുന്നു. ഈ SFI പലപ്പോഴും സ്ത്രീവിരുദ്ധ നിലപാടുകൾ ക്യാമ്പസ് തെരഞ്ഞെടുപ്പുകളിൽ എടുക്കാറുണ്ട് എതിർ കാൻഡിഡേറ്റുകളോടെന്ന് പറയാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും അനുഭവം മാമിനുണ്ടായിരുന്നു? സ്വാഭാവികമായിട്ടും ഞാൻ അതൊന്നും ഒരുപക്ഷെ പുറത്തു പോലും പറയാൻ കഴിയാത്ത കഥകളൊക്കെ അക്കാലത്തും
ഉണ്ടാക്കിയിരുന്നു. പുറത്ത് പറയാൻ പറ്റുന്ന അല്ല, പുറത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ അവരുണ്ടാക്കാറില്ലല്ലോ. അതുകൊണ്ട് ഒരു തരത്തിലും പുറത്ത് പറയാൻ കൊള്ളാത്ത കുറേ കഥകളൊക്കെ അന്നും, കാരണം ദേവഗിരി പോലെയുള്ള ഒരു ക്യാമ്പസിൽ അതൊന്നും ഏൽക്കില്ല. അങ്ങനെയാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ഇത്തരത്തിലൊരു ഒരു KSU പ്രവർത്തകയായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് എന്തെങ്കിലും അനുഭവങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ ഹോസ്റ്റലിലൊക്കെ പിന്നെ പോസ്റ്റർ ഒട്ടിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് പെൺകുട്ടികളുടെ. അതായത് പോസ്റ്റർ അവിടെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒട്ടിക്കാം. നമ്മൾ ഈ രാത്രി വെളുപ്പിനൊക്കെ പോയി ഒട്ടിച്ചു കഴിഞ്ഞാൽ നേരം വെളുക്കുമ്പോൾ അത് അപ്രത്യക്ഷമാവും. നമ്മൾ എന്ത് ചെയ്താലും, കാരണം അത് ഒരു ദാക്ഷിണ്യം ഇല്ലാതെ കീറിക്കളഞ്ഞു കളയും. ഞാൻ പെട്ടെന്ന് ഇമോഷണൽ ആവുന്നുള്ളൂ. എനിക്കപ്പോൾ പെട്ടെന്ന് സങ്കടമൊക്കെ വരും. അപ്പോൾ നമുക്ക്, കാരണം പിന്നെയാണ് ദേഷ്യം വരിക. ആദ്യം സങ്കടമാണ് വരിക, അത് കഴിഞ്ഞിട്ടാണ് ദേഷ്യം. അത് പിന്നെ അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഭയങ്കര, നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും. ഒരു മൊമെൻറ്റ് കഴിഞ്ഞ് നമ്മൾ അതിനെ അതിജീവിക്കും. രാഷ്ട്രീയം സംസാരിച്ചു എന്നതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കൂടെ നിന്നുള്ളതിൻ്റെ പേരിൽ ക്യാമ്പസിൽ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ടോ? അല്ല, അത്തരത്തിലൊന്നും നമ്മളെപ്പോഴും ഈ പറയുന്നത് പോലെ അങ്ങനെ ചിന്തിക്കുന്ന കുറേ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു കുറേ കൂടെ വിശാലമായിട്ടുള്ളൊരു രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ ആ പൊളിറ്റിക്സിനപ്പുറത്തേക്കുള്ള ബന്ധങ്ങളും സൗഹൃദങ്ങളൊക്കെ എല്ലാ ഘട്ടത്തിലും സൂക്ഷിച്ചിരുന്നു. ഞാൻ അത്തരത്തിലൊക്കെ ഇപ്പോഴും കുറേ കൂടെ അങ്ങനെ വിശാലമായിട്ടുള്ള ഒരു സൗഹൃദം ഉണ്ടാകണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ്. രാഷ്ട്രീയം നിങ്ങൾ നിശ്ചിതമായി നിങ്ങൾ വിമർശിക്കപ്പെടും. നിങ്ങൾ പറയുന്ന രാഷ്ട്രീയത്തോട് എനിക്ക് നിശ്ചിതമായിട്ടുള്ള വിമർശനം ഉണ്ടാവും. പക്ഷേ അതിനപ്പുറത്തേക്ക് നല്ല സൗഹൃദങ്ങളും അല്ലെങ്കിൽ കുറേ കൂടെ ആരോഗ്യപരമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ സൂക്ഷിക്കുക. ആത്യന്തികമായി മനുഷ്യനാണ്. അതിനുശേഷമാണ് നിങ്ങൾ സ്ത്രീയും പുരുഷനും ആവുന്നത്. അതിനുശേഷമാണ് നിങ്ങൾ പിന്നെ രാഷ്ട്രീയമാവുന്നത്. നിങ്ങൾ ഏറ്റവും ഒടുവിലാണ് മതമാവുന്നതെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ സിവിൽ സർവീസും പൊളിറ്റിക്സും തമ്മിലുള്ള ഒരു ബന്ധം, അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ആത്യന്തികമായി രണ്ടും അധികാരമാണല്ലോ സംസാരിക്കുന്നത്. അത് ഈ പറഞ്ഞതുപോലെ നമുക്ക് ചില കാര്യങ്ങൾ ഉപയോഗിക്കാൻ കഴിയും. അല്ലെങ്കിൽ പവർ എന്ന് പറയുന്നത് ആത്യന്തികമായി എക്സസൈസ് ചെയ്യാൻ വേണ്ടി തന്നെയുള്ള ഒന്നാണ്. അത് നിങ്ങൾ എന്താണെങ്കിലും രാഷ്ട്രീയത്തിലും ഇതൊക്കെ നമ്മൾ ജനസേവനം രണ്ടിനെയും അല്ലേ, സർവീസ് തന്നെയാണ് പറയുന്നത്. രണ്ടും സർവീസാണെന്ന് പറയുമ്പോഴും പക്ഷെ അതിൽ അധികാരത്തിൻ്റെ ഉപയോഗം വളരെ കൃത്യമായി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രണ്ടും കൂടെ ഒരുപക്ഷെ മിക്സ് ചെയ്യേണ്ട ഒരു പൊളിറ്റിക്സിൽ കുറച്ചുകൂടെ അധികാരത്തിൻ്റെ സ്വഭാവം കാണിക്കാൻ പറ്റുന്നൊരു മേഖലയാണ്. മറ്റത് കുറേ കൂടെ അധികാരത്തിനപ്പുറത്തേക്കൊരു സോഷ്യൽ സർവീസിങ്, നിങ്ങൾ കൃത്യമായി ഓഡിറ്റ് ചെയ്യപ്പെടും, നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. പക്ഷേ പൊളിറ്റിക്സ് പലപ്പോഴും അത്തരത്തിലുള്ള ഓഡിറ്റിങ്ങിനും ചോദ്യം ചെയ്യപ്പെടലിനൊന്നും കാര്യമായി വിധേയമാകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. ഈ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളോട് ഒരു ബഹുമാനവും അവരോടൊരു ആദരവും, എന്നാൽ രാഷ്ട്രീയത്തിൽ ഒരു സ്ഥാനത്തിന് വേണ്ടി മോഹിക്കുന്ന ആളുകളോട് ഒരു അകൽച്ചയും അല്ലെങ്കിൽ അവനൊരു അധികാരമോഹി എന്നുള്ളൊരു ഫീലും എന്തുകൊണ്ടാണ് ഈ സൊസൈറ്റിയിൽ ഉണ്ടാകുന്നത്? പൊളിറ്റിക്സിനോട് പൊതുവെ ആളുകൾക്ക് ഭയങ്കര അവേർഷനാണ് ഇപ്പോഴും. നമ്മൾ ആദ്യം ഒരാളെ പരിചയപ്പെടുമ്പം അല്ലേ, നമ്മൾ പൊളിറ്റീഷ്യനാണെന്ന് പറയുന്നത് എന്തോ മോശമാണെന്ന് വിചാരിക്കുന്ന പൊളിറ്റീഷ്യൻസ് ഇപ്പോഴും ഉണ്ട്. നമ്മളുടെ ഒരിക്കലും നമ്മുടെ ആദ്യത്തെ, പ്രത്യേകിച്ച് ഇപ്പോൾ കോൺഗ്രസ് പൊളിറ്റിക്സിലൊക്കെ നിൽക്കുന്ന ആളുകളോട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഒരുപക്ഷെ മറ്റ് പൊളിറ്റിക്സിലെ ആളുകളൊക്കെ ഒരുപക്ഷെ അത് പറയുന്നുണ്ടാവുമായിരിക്കും. കോൺഗ്രസ്സിൽ പൊതുവെ ഉള്ളൊരു രീതി അതാണ്. ഞാൻ ആദ്യമേ എൻ്റെ ഒരു പ്രൈം ഐഡൻറ്റിറ്റി അതാണ് എന്ന് പറയാനുള്ളൊരു ഇൻഹിബിഷൻ പലപ്പോഴും ആളുകളിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പ്രൈം ഐഡൻറ്റിറ്റി അത് തന്നെയാണ്. അതൊരു മോശം കാര്യമാണെന്ന് നമുക്ക് തോന്നേണ്ട ആവശ്യമില്ല. നമുക്കത് മോശം കാര്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ആളുകൾക്ക് തോന്നുന്നതിനോട് പറയേണ്ട അത് പൊതുവേ, അതായത് ഈ സിസ്റ്റത്തിലുണ്ടാവുന്ന പറഞ്ഞതുപോലെ മൊത്തത്തിലുണ്ടാവുന്ന കറപ്ഷൻ, ഡിലേ, ഇതൊക്കെ സ്വാഭാവികമായിട്ടും അതെല്ലാവരും ചെയ്യുന്നു എന്നുള്ളതല്ല. പക്ഷേ ആളുകൾക്ക് അത്തരത്തിലൊരു ക്രെഡിബിലിറ്റി പ്രശ്നമൊക്കെ ഈ രാഷ്ട്രീയത്തോടുണ്ട്. പിന്നെ അതിൽ നിന്ന്, അതായത് ഒരു അധികാര സമ്പാദനം മാത്രമല്ല, സ്വത്ത് സമ്പാദനം ഉൾപ്പെടെ, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ വരുന്ന ആളുകളുടെ വളർച്ച ഉൾപ്പെടെ, അല്ലെങ്കിൽ അവരുടെ പൊതുസേവനത്തിൻ്റെ ഒരു ഓഡിറ്റിങ് മനുഷ്യരറിഞ്ഞോ അറിയാതെയൊക്കെ അത് ചെയ്യും. ഇങ്ങനെ ഇരുന്ന ആളാണ് എങ്ങനെയായി അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്ന കാര്യം സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പോൾ കേരളത്തിലെ, ഞാൻ രാഷ്ട്രീയ കക്ഷി എന്നുള്ളതുകൊണ്ടല്ല, ഏതൊരു രാഷ്ട്രീയ സംവിധാനത്തിൽ നിൽക്കുന്ന ആളുകളുടെ ഒരു പിന്നെ ഇക്കണോമിക്കൽ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഗ്രാഫൊക്കെ എടുത്ത് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് അത് തോന്നുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്ന ഒരാൾ എന്തുകൊണ്ട് കോൺഗ്രസ്സുകാരിയായി തന്നെ ഇരിക്കുന്നു, ഇനിയും എന്തുകൊണ്ട് കോൺഗ്രസ് തന്നെയാകും എന്ന് പറയുന്നു? എന്തുകൊണ്ട് കോൺഗ്രസ് ആയിരിക്കുന്നു എന്ന ചോദ്യത്തിനൊരു ഉത്തരവുണ്ട്. കാരണം ഇതിനേക്കാൾ മികച്ച ഒന്നില്ല എന്നുള്ളൊരു ബോധ്യം എൻ്റെ ഉള്ളിൽ വളരെ കൃത്യമായി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാരണം ഞാൻ ആദ്യം പറയുന്ന, എന്നെ പരിചയപ്പെടുന്ന, ഞാൻ ഇന്നലെ അല്ലെങ്കിൽ ഒരു യാത്ര ചെയ്യുമ്പോൾ തിരുവനന്തപുരത്തേക്ക് പോകും, എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആൾ എന്നോട് സംസാരിച്ചാൽ ഞാൻ ആദ്യം പറയുന്ന എൻ്റെ പ്രൈം ഐഡൻറ്റിറ്റി ഞാൻ കോൺഗ്രസ് ആണെന്നുള്ളതാണ്. നിങ്ങളെന്താണ് എന്നുള്ളതിൻ്റെ പ്രശ്നമൊന്നുമല്ല, അല്ലെങ്കിൽ നിങ്ങളതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതിൻ്റെ പ്രശ്നമല്ല, അതിൽ നിങ്ങൾ എത്രത്തോളം പ്രജുഡൈസ്ഡ് ആയിട്ട് എന്നെ കാണും എന്നുള്ളതിൻ്റെ പ്രശ്നമല്ല. എൻ്റെ ഏറ്റവും പ്രൈം ഐഡൻറ്റിറ്റി ഞാൻ കോൺഗ്രസ്സുകാരിയാണ് എന്നുള്ളത് തന്നെയാണ്. കാരണം അതിനേക്കാൾ മികച്ച ഒന്ന്
ജനാധിപത്യത്തിൻ്റെ സംവിധാനത്തിൽ സാധ്യമല്ല എന്നുള്ള വലിയ മാതൃക ഇവിടെയുണ്ട്. അതെന്തുകൊണ്ടാണ് കോൺഗ്രസ് ആണ് ഏറ്റവും നല്ല മാതൃക എന്ന് സ്വയം സ്ഥാപിക്കുന്നത്? കാരണം എല്ലാ തരത്തിലും ഇപ്പോൾ സ്ത്രീ മുന്നേറ്റത്തിൻ്റെ കാര്യം പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസ് വിമർശിക്കപ്പെടുന്നത് എന്നുള്ള വലിയൊരു ചോദ്യം വരും. സ്ത്രീകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട്, സ്ത്രീകൾക്ക് സീറ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എപ്പോഴും വിമർശിക്കപ്പെടുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജ്യത്തെ ഏറ്റവും നല്ല മാതൃക കാണിച്ചത് കോൺഗ്രസ്സാണ്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് സരോജിനി നായിഡുവിനെ കൊണ്ടുവരുവാനും, ആനി ബസന്റിനെ കൊണ്ടുവരുവാനും, ഇന്ദിരാഗാന്ധിയെ കൊണ്ടുവരാനും, സോണിയാഗാന്ധിയെ കൊണ്ടുവരാനും, മീരാകുമാറിനെ കൊണ്ടുവരാനും ഇതൊക്കെ കോൺഗ്രസിൻ്റെ മാതൃകയാണ്. അതുകൊണ്ട് നിങ്ങൾ കാണിച്ച മാതൃക തീർച്ചയായും നിങ്ങൾ അത്തരം മാതൃകകൾ തുടരേണ്ടവരാണ് എന്നുള്ള ബോധ്യം ഇവിടുത്തെ പൊതുബോധത്തിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ അത്തരത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിൻ്റെ എല്ലാ ജനാധിപത്യത്തെയും എല്ലാ മതേതരത്വത്തെയും ഒക്കെ എവിടെയെങ്കിലും അതിൽ വിട്ടുവീഴ്ച ഉണ്ടാകുമ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലൊക്കെ നെഹ്റുവിനെ പോലെ മതേതരത്വത്തിൻ്റെ മറ്റൊരു മാതൃക ഈ രാജ്യത്ത് കാണിക്കാൻ കഴിയില്ല. ജനാധിപത്യത്തിൻ്റെ മറ്റൊരു മാതൃക ഇപ്പം 47 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 51 തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ അതിനൊക്കെ ഏറ്റവും ഒരു പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ നീതിയുക്തമായിട്ടുള്ള ഏറ്റവും നീതിബോധത്തിൽ നിന്നുകൊണ്ട് അത് ചെയ്യാൻ കഴിഞ്ഞത് ഇവിടെ കോൺഗ്രസ് ഉണ്ടായതുകൊണ്ടാണ്. ഒരു ഭരണഘടന ഉണ്ടാക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ നാമത്തിൽ തുടങ്ങണം എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അത് വേണ്ട, ഈ നാട്ടിലെ മനുഷ്യരുടെ നാമത്തിൽ തുടങ്ങട്ടെ എന്ന് പറഞ്ഞു വെക്കുന്നത് ഇവിടെ കോൺഗ്രസ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആ ഭരണഘടനയെ എങ്ങനെ വേണമെങ്കിലും എഴുതി വെക്കാൻ കഴിയുന്നൊരു സാധ്യതയുള്ള കാലത്ത്, അല്ലെങ്കിൽ അത് സാധ്യമാകുന്ന ഒരു കാലത്ത് ഇതെല്ലാ മനുഷ്യരും എല്ലാ കാലത്തും ഏറ്റവും നീതിപൂർവമായി നീതിയുക്തമായി ഉപയോഗിക്കപ്പെടേണ്ടതാണ് എന്നുള്ള ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മൂല്യബോധം ഈ രാജ്യത്ത് കോൺഗ്രസ് ഉണ്ടാക്കിയെടുത്തതാണ്. അതിന് എത്ര നിഷേധിച്ചാലും, അതിന് എത്ര വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും, ഇവിടെ RSS ഒക്കെ മുന്നോട്ട് വെക്കുന്നത് പോലെ എത്ര കത്തിക്കാൻ ശ്രമിച്ചാലും, എത്ര പാഠപുസ്തകങ്ങൾ തിരുത്തി എഴുതാൻ ശ്രമിച്ചാലും ഈ രാജ്യത്തിന് അടിസ്ഥാനപരമായിട്ടുള്ളൊരു ചരിത്രമുണ്ട്. നമ്മൾ ഈ പ്രസംഗത്തിൽ ആവേശത്തിന് വേണ്ടി പറയുന്നത് പോലെയുള്ള ചില കാര്യങ്ങളാണ്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു നാട്ടിൽ നിങ്ങളുടെ ഒരു ഭൂമിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പണമിടപാടോ അല്ലെങ്കിൽ ലോണുമായൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾ പോകുമ്പോൾ ആദ്യം നിങ്ങൾ അതിൻ്റെ ആധാരം കൊടുക്കുമ്പോൾ ചോദിക്കും എവിടെയാണ് അടിയാധാരം എന്ന് ചോദിക്കും. കാരണം അതിലാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള അതിൻ്റെ ദിക്കുകളും ദിശകളും അതിൻ്റെ ഭൂമിശാസ്ത്രമൊക്കെ കാണുക. അപ്പോൾ അതുപോലെ ഈ രാജ്യത്തിൻ്റെ അടിയാധാരം കോൺഗ്രസ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഈ രാജ്യത്തെ മനസ്സിലാക്കണമെങ്കിൽ കോൺഗ്രസിൻ്റെ ചരിത്രം കൂടെ പഠിക്കണം. എന്തുകൊണ്ടാണ് അന്ന് ഏറ്റവും അല്ലെങ്കിൽ GDPയുടെ ഗ്രോത്ത് റേറ്റ് നെഗറ്റീവായി നിന്ന ഒരു രാജ്യത്തെ, ബ്രിട്ടീഷുകാർ ഉപേക്ഷിച്ച് പോകുമ്പോൾ നെഗറ്റീവായി നിന്നൊരു രാജ്യത്തെ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതിയിലേക്ക് എത്തിക്കുമ്പോൾ നെഹ്റു എന്തായിരുന്നു, പഞ്ചവത്സര പദ്ധതികൾ എന്തായിരുന്നു, ഈ ഗരീബി ഘട്ടാവ് പോലെയുള്ള പദ്ധതികൾ എന്തായിരുന്നു, ഈ രാജ്യത്ത് പ്ലാനിംഗ് കമ്മീഷൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, നെഹ്റുവിനെ പോലെയുള്ള ഒരു ദിഷണാശാലിയായ മനുഷ്യനിവിടെ അണക്കെട്ടുകൾ എങ്ങനെയുണ്ടാക്കി, ഈ നാട്ടിലെ കൃഷി എങ്ങനെയുണ്ടാക്കി, ജലസേചനം എങ്ങനെയുണ്ടാക്കി, ബാങ്കുകൾ എങ്ങനെയുണ്ടാക്കി, വിദ്യാഭ്യാസം എങ്ങനെയുണ്ടാക്കി, ഇവിടുത്തെ ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും ഒക്കെ ഡെവലപ്പ് ചെയ്തത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ ഇതിന്നുണ്ടായ രാജ്യമല്ല, 2014 ശേഷം ഉണ്ടായ മോഡിയുടെ ഇന്ത്യ അല്ല ഇന്ത്യ എന്നും, അതിനു മുൻപ് ഏറ്റവും പ്രൗഢമായി ഒരു നടന്ന് അല്ലെങ്കിൽ ജനിച്ച ഒരു കുഞ്ഞിനെ നടത്തി പഠിപ്പിച്ചൊരു പാരമ്പര്യം ഈ നാട്ടിൽ കോൺഗ്രസിനേ ഉള്ളൂ. ഈ കോൺഗ്രസിൻ്റെ ഒരു പാരമ്പര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴും പുതിയൊരു അധികാരത്തിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലെ ഒരു പുതിയ ഭരണ സംവിധാനം കോൺഗ്രസിൽ എത്തുമെന്ന് അവന് എത്ര ശതമാനം പ്രതീക്ഷയുണ്ട്? അത് പൂർണ്ണമായിട്ടും ഞാൻ പറയുന്നത്, ആളുകൾ നമ്മളോട് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണിത്. എന്താ കോൺഗ്രസ് വരുമ്പോൾ ആര് മുഖ്യമന്ത്രിയാവും? അതാണല്ലോ ഇവരുടെയൊക്കെ പ്രശ്നം. അപ്പം പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഞാൻ അപ്പം കൊടുക്കുന്നൊരു മറുപടിയാണ്, എന്തായാലും പിണറായി വിജയൻ ആകണ്ട എന്നുള്ളതാണ് ഈ നാട്ടിലെ മനുഷ്യർ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഉത്തരം. കാരണം ഈ പറയുന്നത് പോലെ ഒരു 9 കൊല്ലം കൊണ്ട് നമ്മൾ ഈ പുറമേക്ക് കാണുന്ന ഈ PR വർക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായി ഓരോ സിസ്റ്റം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ വീണ ജോർജ് പറയുന്നത് പോലെ സിസ്റ്റം തകരാറിലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓരോ സംവിധാനങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുക. നമ്മൾ ഇപ്പം ഏറ്റവും ആരോഗ്യരംഗം PR വർക്ക് കൊണ്ട് എന്തൊക്കെയാണ് ആരോഗ്യ കേരളം, നമ്പർ 1 കേരളം. ആ നിപ്പ മുതൽ അല്ലെങ്കിൽ കോവിഡ് മുതലുള്ള കണക്കുകളൊന്ന് പരിശോധിക്കുക. കോവിഡ് കാലത്ത് ഉണ്ടായിട്ടുള്ള മരണങ്ങളുടെ കണക്കുകൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള കണക്കുകൾ പുറത്തു വന്നുകൊണ്ടിരുന്നു. അതിനുശേഷം നമ്മൾ നിപ്പ കണ്ടു. നിപ്പയിൽ 20 ആളുകൾക്കത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 18 ആളും മരിച്ചു. ആലോചിക്കണം, ഇപ്പോഴും നിപ്പ വർഷാവർഷം വരുന്നു. എന്താണ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അമീബിക് മസ്തിഷ്ക ജ്വരം പുതുതായി വന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. നമ്മൾ നമ്പർ 1 ആവുമ്പോൾ യൂറോപ്യൻ മോഡലാണെന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ എന്തുകൊണ്ട് ഇതിന് സാധ്യമാകുന്നില്ല? ഇപ്പം ഇന്നലെ പോലും
ഇന്നലെ പോലും ഒരു ഡോക്ടർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അദ്ദേഹം പിന്നെ ഒരു കുട്ടി മരിച്ചതുമായി ബന്ധപ്പെട്ട് നമുക്കൊക്കെ അറിയാം, ഈ മസ്തിഷ്ക ജ്വരം തന്നെ അല്ലെങ്കിൽ ജ്വരം വന്നിട്ടാണ് കുട്ടി മരിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ചികിത്സ ഉൾപ്പെടെയുള്ളത് നിഷേധിക്കപ്പെട്ടു എന്നുള്ള ഒരു ഫ്രസ്ട്രേഷനിൽ നിന്നൊരു അച്ഛൻ അവിടുത്തെ ഡോക്ടറെ കുത്തുകയാണ്, ഒരു കത്തിയെടുത്ത് മാരകമായി കുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു. അപ്പം ഇത് ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കുന്നത് രോഗിക്കും ചികിത്സിക്കുന്ന ഡോക്ടർക്കും ഒക്കെയാണ്. അപ്പോൾ ആ സിസ്റ്റം തകരാറിലായി പോകുന്നു എന്നുള്ളത് ആരോഗ്യരംഗത്ത് മാത്രമല്ല, നിങ്ങൾ സഹകരണം എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഇതുപോലെ സഹകരണ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത തകർത്തൊരു ഗവൺമെൻറ് ഇല്ല. അത് ഏത് ആഭ്യന്തരത്തിൻ്റെ കുട്ടി ഇപ്പം പിന്നെ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ പറയുന്നത് കേട്ടാണ്, ഈ പറഞ്ഞതുപോലെ എല്ലാ ഇടങ്ങളും പെയിൻ്റ് അടിക്കുന്നു, എല്ലായിടത്തും കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നു, എല്ലായിടത്തും വലിയ രീതിയിൽ പോലീസ് സ്റ്റേഷനുകൾ പിന്നെ നവീകരിക്കുന്നു. പക്ഷേ കസ്റ്റഡി മരണങ്ങൾ ഏറ്റവും കൂടുതൽ നടന്ന വർഷങ്ങളാണ്. ഏറ്റവും കൂടുതൽ പോലീസുകാർ ആത്മഹത്യ ചെയ്ത, ജോലി ഭാരം കൊണ്ട് ആത്മഹത്യ ചെയ്യപ്പെട്ട വർഷങ്ങളാണ് കടന്നുപോയത്. അപ്പം ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർക്ക് നീതി കിട്ടാതായി പോയ സ്ത്രീകൾ പരാതിയുമായി പോകുമ്പോൾ ബലാത്സംഗം ചെയ്യപ്പെടുമെന്ന് പേടിപ്പെടുത്തുന്ന സംവിധാനങ്ങളുള്ള പോലീസ് സ്റ്റേഷനുകൾ നിങ്ങൾ എത്ര പെയിൻ്റ് അടിച്ച് വെച്ചാലും അതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നു എന്ന് പറയുന്ന വിലക്കയറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ എന്താണ് സർക്കാരിന് ചെയ്യാൻ കഴിഞ്ഞത്? സബ്സിഡി കൊടുക്കേണ്ട അവശ്യ സാധനങ്ങൾക്ക് പോലും വില കൂട്ടിയൊരു സർക്കാരാണ് നിൽക്കുന്നത്. അപ്പം ഇങ്ങനെ സ്ത്രീ സുരക്ഷയുടെ കാര്യം കഴിഞ്ഞ 9 വർഷത്തിൽ കേരളത്തിലെ സ്ത്രീ പക്ഷ മുന്നേറ്റം എങ്ങനെയായിരുന്നു? തീർച്ചയായും പിന്നെ ഈ പറഞ്ഞ പോലെ വനിതാ മതിലിൻ്റെ ഒരു കാലം പിന്നെ അതൊക്കെയാണല്ലോ എപ്പോഴും. ഇപ്പം ഏറ്റവും റീസെൻ്റായിട്ട് നടന്ന പിന്നെ ഒരു പെൺ പ്രതിരോധം എന്ന് പറഞ്ഞ ഒരു പരിപാടിയിൽ എറണാകുളത്ത് മത്സരിച്ചിരുന്ന പിന്നെ ഷൈൻ ടീച്ചർ, ഞാൻ വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങളിലേക്കല്ല കടന്നു പോകുന്നത്, അവർ പറഞ്ഞു വെക്കുന്നൊരു വാചകമുണ്ട്, എല്ലാവരും ചിരിക്കണം, എല്ലാ സ്ത്രീകളും ചിരിക്കണം. എല്ലാ സ്ത്രീകളും ചിരിക്കണം തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. ആന്തൂരിലെ സാജൻ്റെ ഭാര്യയ്ക്കും ചിരിക്കാൻ അവകാശം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പോൾ നമ്മളത് പറഞ്ഞു വെക്കുമ്പോൾ പിന്നെ ADM നവീൻ ബാബുവിൻ്റെ ഭാര്യയ്ക്ക് ചിരിക്കാൻ അവർക്കും അവകാശം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചിരി എല്ലാ സ്ത്രീകൾക്കും കിട്ടണമെന്ന് ഇടതുപക്ഷം പറഞ്ഞു വെക്കണം. ഇടതുപക്ഷത്തെ പോലെ സ്ത്രീവിരുദ്ധമായി സംസാരിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പം അച്യുതാനന്ദൻ അദ്ദേഹം പിന്നെ നിയമസഭയിൽ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെപ്പറ്റി പരാമർശിച്ചിട്ടുള്ള വാക്കുകൾ മനുഷ്യരോട് പറഞ്ഞു വെക്കാൻ കഴിയാത്തതാണ്. എത്ര മോശമായിട്ടുള്ള രീതിയിൽ MM മണി ഉൾപ്പെടെയുള്ള ആളുകൾ സ്ത്രീകളെപ്പറ്റി പറഞ്ഞു വെച്ചിട്ടുള്ള വാക്കുകൾ നമുക്ക് മുൻപിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് പുറമേക്ക് പറയുമ്പോൾ ഞങ്ങളാണ് ഇതിൻ്റെയൊക്കെ പിന്നെ മുഴുവൻ മൊത്തക്കച്ചവടക്കാർ, ഈ നീതിയുടെയും ന്യായത്തിൻ്റെയും പെൺ പ്രതിരോധത്തിൻ്റെയും വലിയ രീതിയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെയും നീതിബോധത്തിൻ്റെയും ഒക്കെ ആളുകൾ ഇന്ന് പോലും നിയമസഭയിൽ അല്ലെ 2 കയ്യുമില്ലാത്ത മനുഷ്യരെ പറ്റി പറഞ്ഞു വെക്കുന്നവൻ എന്താണ് ഇടതുപക്ഷത്തിൻ്റെ നീതിബോധം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഒരാൾ, ഇപ്പോൾ ഇന്നലെ എത്രയോ കുഞ്ഞുങ്ങൾ പിന്നെ മനുഷ്യൻ്റെ ഏറ്റവും പിന്നെ ശാരീരികമായിട്ടുള്ള ഇതൊരു അവസ്ഥയൊന്നുമല്ല, ഇത് മനുഷ്യൻ സ്വാഭാവികതയാണ്. ആ സ്വാഭാവികതയെപ്പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലുള്ള ഏറ്റവും മോശപ്പെട്ട രീതിയിലേക്കുള്ള പ്രസ്താവനകൾ നടത്തുന്നു. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തുന്ന ഒരു ഇടതുപക്ഷത്തെ അംഗീകരിക്കാൻ കേരളത്തിലെ എത്ര ഇടതുപക്ഷ ബുദ്ധിജീവികൾക്ക് കഴിയും എന്നൊന്ന് ചോദിച്ചു നോക്കണം. നമ്മളൊന്ന് ആരും മിണ്ടുന്നില്ലല്ലോ. ഇപ്പോൾ കേരളത്തിലെ പിന്നെ ഇടതുപക്ഷ ബുദ്ധിജീവികൾ അയ്യപ്പ സംഗമം നടത്തിയതോടുകൂടെ, കാരണം ഇന്ന് പോലും ഞാൻ ആരുടെ ഒരാളുടെ പ്രസ്താവന കണ്ടു, ഇടതുപക്ഷത്തെ ആവശ്യം വിശ്വാസികൾക്കല്ല വിശ്വാസമില്ലാത്തവർക്കാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ബുദ്ധിജീവികളാണ് ഇവിടെയുള്ളത്. അപ്പം ഇത് വിശ്വാസമുള്ളവനും വിശ്വാസമില്ലാത്തവനും എല്ലാ മനുഷ്യർക്കും വേണ്ട സംവിധാനമാണ് ഭരണകൂടം എന്ന് പറഞ്ഞു വെക്കാനുള്ള കെൽപ്പ് ഇവിടുത്തെ ഇടതുപക്ഷത്തിനില്ലാതായി എന്നുള്ളതാണ്. അവർ വെറും പാർട്ടിയായി ചുരുങ്ങുകയാണല്ലോ, ലാൽസലാം നടത്താനും ഇതുപോലെ PR വർക്കിൻ്റെ ഒരു കാലമാണ്. PR വർക്ക് കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരാണെന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. RSSന് വഴിമരുന്നിടുന്ന ഘടകങ്ങൾ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് എന്ന് മാമിന് തോന്നുന്നു? സ്വാഭാവികമായിട്ടും എല്ലാ മേഖലയിലും നമുക്കത് വളരെ മൈന്യൂട്ടായിട്ട് പോലും RSSനെ സഹായിക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു എന്നുള്ളത് വളരെ മൈന്യൂട്ടായിട്ട് ഇപ്പോൾ ഈ ഗവർണർ ഈ പോരൊക്കെ ഇതിങ്ങനെ വെറുതെ പുറമേക്ക് കാണിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് യഥാർത്ഥത്തിൽ അവിടെ ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം അന്ന് പോലും ഈ കേരള യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ കോടതിയിൽ പോയി വളരെ കൃത്യമായി അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം വാങ്ങേണ്ടിടത്ത് നിന്ന് കോടതിയിൽ ഞങ്ങൾക്ക് ഹർജി പിൻവലിക്കുന്നു, എന്നിട്ട് ഇവിടെ നിന്നുള്ള വഴക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ വെറുതെ ആളുകളെ കാണിക്കാൻ ഞങ്ങൾ RSS വിരുദ്ധരാണ് എന്ന് പറഞ്ഞു വെക്കുന്നതിൻ്റെ ഒരു മൈലേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം മാത്രമാണ്. മോഡി വരുമ്പോൾ പിണറായി വിജയൻ എത്രത്തോളം ഭവ്യതയോടു കൂടിയാണ് പെരുമാറുന്നതെന്നും പിന്നീട് പിന്നെ ഈ പറഞ്ഞതുപോലെ ഇവിടുത്തെ ADGP അജിത് കുമാറിനെ പോലെയുള്ള ഒരാൾ RSSൻ്റെ പ്രമുഖനായ നേതാവിനെ പോയി കണ്ടിട്ടത് എന്തിനാണ് എന്ന് ഇന്നീ നാൾ വരെ ഇവിടുത്തെ ആഭ്യന്തരത്തിൻ്റെ സംവിധാനം വിശദീകരിച്ചിട്ടില്ല.
എന്തിനാണ് മുഖ്യമന്ത്രി പോയി നിർമ്മലാ സീതാരാമനുമായിട്ട് ചർച്ച നടത്തിയത് എന്നുള്ളത് ഇപ്പോഴും വിശദീകരിച്ചിട്ടുള്ളത്. നിങ്ങൾ അറിയേണ്ട എന്ന് പറഞ്ഞു വെക്കുന്ന ജനാധിപത്യത്തിൻ്റെ ബോധമാണ് പിണറായി വിജയനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മാമിൻ്റെ പ്രസംഗങ്ങളിലൊക്കെ ഞാൻ RSSനെതിരെ വളരെ ശക്തമായി പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത്തരത്തിലൊരു ശക്തമായ നിലപാട് ഈ ഒരു സംഘടനയോട് അല്ലെങ്കിൽ ഈ ഒരു രീതിയോട് എടുക്കാനുള്ള കാരണം എന്താണ്? പൊളിറ്റിക്കൽ ബാക്കപ്പ് വളരെ ശക്തമായിട്ട് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ അത് പറഞ്ഞു വെക്കുന്നത് അന്ന് എനിക്ക് ഇത്ര കൃത്യമായിട്ടുള്ള ഗൗരവമുള്ള ഒരു ഹിന്ദുത്വ അജണ്ടയെ പറ്റിയിട്ടൊന്നുമുള്ള വലിയ ധാരണയില്ലെങ്കിൽ പോലും ഈ പറയുന്ന അതെന്തോ മോശപ്പെട്ട ഒന്നാണ് എന്നും അത് ഈ മനുഷ്യരെ വിഭജിക്കുന്ന എന്തോ ഒന്നാണ് എന്നുള്ള ധാരണയൊക്കെ അന്ന് തന്നെ രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്നായിരിക്കണം ഒരു പക്ഷേ വളരെ കൃത്യമായിട്ടുള്ളൊരു RSS വിരുദ്ധ ചരിത്രം പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഗാന്ധിയെ പഠിക്കുമ്പോൾ ഈ കൈവിട്ടു പോകുന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ? അത് സ്വാഭാവികമല്ലേ ജീവിതത്തിൽ എപ്പോഴും. കാരണം തുടരാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്ന കുറേ സമയങ്ങൾ നമ്മളെ സംബന്ധിച്ചിട്ടുണ്ടാവും. എന്തെങ്കിലും ഒരു അനുഭവം പറയണ്ട മാമിന് ഇങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ സ്റ്റക്കായി പോയ? സ്റ്റക്കായി പോയി അങ്ങനെ പ്രത്യേകം എന്നോട് എന്തെങ്കിലും എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ ഒരു ദിവസം യാത്ര പുറപ്പെടണമെങ്കിൽ ഏതൊരു രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരു സ്ത്രീയും ഒരു ദിവസം യാത്ര പുറപ്പെടണമെങ്കിൽ ഒരു ദിവസം എടുക്കുന്നതിൻ്റെ ഒരു എഫേർട്ട് വളരെ വലുതാണ്. ഞാൻ എല്ലാ രാഷ്ട്രീയ അല്ലെങ്കിൽ സ്ത്രീകൾ ഇരിക്കുന്ന രാഷ്ട്രീയ സമ്മേളനങ്ങളിലൊക്കെ ചെന്ന് എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഒരു പുരുഷൻ രാവിലെ ചായ കുടിച്ച് യോഗ ചെയ്ത് ഖദറിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു അനായാസതയും ഒരു സ്ത്രീയെ സംബന്ധിച്ചില്ല. അവൾ ഇന്ന് എവിടെയെങ്കിലും 10 മണിക്ക് മീറ്റിംഗ് എന്നുണ്ടെങ്കിൽ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുകയും വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കുകയും വീട് വൃത്തിയാക്കുകയും കുഞ്ഞുങ്ങളെ ഒരുക്കുകയും ഒക്കെ ചെയ്ത് ഇതെല്ലാം ചെയ്ത് ധൃതി പിടിച്ച് 10 മണിക്ക് ഓടിച്ചെല്ലുന്ന ഒരു സ്ത്രീയാണ് അവിടെ ഉണ്ടാവുക. ഉച്ചയ്ക്ക് വീട്ടിലേക്ക് എത്തണമെന്നും വൈകുന്നേരം വീട്ടിലേക്ക് എത്തണമെന്നും വൈകുന്നേരം വീട്ടിലെത്തി കുഞ്ഞുങ്ങളെ നോക്കണമെന്നും. കാരണം അതങ്ങനെ ഞാനത് എത്രത്തോളം അതിൽ നിന്ന് സ്വതന്ത്രരാകാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയൊന്നും ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നില്ല. കാരണം അതിനുള്ളൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. നമ്മളിപ്പോഴും നിൽക്കുന്നത് ഒരു പാട്രിയാർക്കിയുടെ സംവിധാനത്തിൽ തന്നെയാണ്. എന്നിട്ടും രാഷ്ട്രീയത്തിൽ നിലനിൽക്കാൻ പ്രേരിപ്പിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ശരിക്കും? അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു തരം എനർജി തന്നെയാണ്, അതൊരു ഊർജ്ജമാണ്. പലപ്പോഴും മനുഷ്യരെ കാണുമ്പോൾ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം പറയുമ്പോൾ ആളുകളോട് സംസാരിക്കുമ്പോൾ കിട്ടുന്നൊരു ഊർജ്ജം വളരെ വലുതാണ് എന്നുള്ളതാണ്. ഞാൻ ഏറ്റവും നല്ല ഓഡിയൻസ് ഉണ്ടാകുന്നിടത്താണ് ഞാൻ ഏറ്റവും നന്നായി സംസാരിക്കുക. എനിക്ക് തന്നെ അത് തോന്നാറുണ്ട്. കാരണം ഓഡിയൻസിൻ്റെ റെസ്പോൺസ് കൊണ്ട് മാത്രമാണ് എനിക്ക് നന്നായി സംസാരിക്കാൻ കഴിയുക. അപ്പം മനുഷ്യർ നിങ്ങളെ കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ കേൾക്കുന്നതിന് റെസ്പോൺസ് ഉണ്ട് എന്നുള്ള തോന്നൽ ഭയങ്കരമായൊരു ഊർജ്ജം നമ്മളിലുണ്ടാക്കും. അതെന്തുകൊണ്ടാണ് എന്നുള്ളതിനൊരു കാരണമൊന്നും ഒരു പക്ഷേ പറഞ്ഞു വെക്കാൻ എന്നെ കൊണ്ട് പറ്റിയെന്ന് വരില്ല. പുതിയ ഒരുപാട് പേര് വളരെ പ്രതീക്ഷയോടെ വലിയ വാശിയോട് കൂടി പൊളിറ്റിക്സിനെ സമീപിക്കുന്നുണ്ട്. ഇപ്പം ക്യാമ്പസുകളിലൊക്കെ ഈ കുട്ടികളോടൊക്കെ പ്രത്യേകിച്ചും പെൺകുട്ടികളോടൊക്കെ എന്താണ് പറയാനുള്ളത്? എപ്പോഴും ഞാൻ എല്ലാ സമയത്തും പറഞ്ഞു വെക്കുന്ന ഒരു എക്യുപ്ഡ് ആവുക എന്നുള്ളത്. എക്യുപ്ഡ് ആവുക എന്ന് പറയുന്നത് നിങ്ങൾ ഇൻ്റലക്ച്വലി എക്യുപ്ഡ് ആവണം, നിങ്ങൾ ഇക്കണോമിക്കലി എക്യുപ്ഡ് ആവണം. അതായത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ചെന്ന് നിങ്ങളോടൊന്ന് സംസാരിക്കാൻ പറയുമ്പോൾ അയ്യോ എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് കൊള്ളാലോ ആ കുട്ടി നന്നായി കാര്യങ്ങൾ പഠിച്ച് പറയുന്നുണ്ട് എന്ന് തോന്നുന്ന ഒരു ധാരണയിലേക്ക് വരണം. ആളുകൾക്ക് നിങ്ങളെ നിഷേധിക്കാൻ കഴിയാത്ത തരത്തിലേക്ക്. കാരണം ഒരു പുരുഷൻ്റെ പൊളിറ്റിക്സ് പോലെയല്ല സ്ത്രീയുടെ പൊളിറ്റിക്സ്. സ്ത്രീകളെ എളുപ്പത്തിൽ പൊതുവേദിയിൽ നിന്നോ അല്ലെങ്കിൽ പൊതുമധ്യത്തിൽ നിന്നൊക്കെ ഈ അവോയ്ഡ് ചെയ്ത് കളയാൻ എളുപ്പമുള്ളത് സ്ത്രീയെയാണ്. എന്നാൽ അവളുടെ സാന്നിധ്യം കൊണ്ട് തിരിച്ചറിയപ്പെട്ട് കഴിഞ്ഞാൽ അവളെ അങ്ങനെ മാറ്റി നിർത്തൽ അത്ര എളുപ്പത്തിലും ആവില്ല. അപ്പോൾ അത്തരത്തിലൊരു എക്യുപ്പ് ചെയ്യപ്പെടുക. നിങ്ങൾ സംസാരിക്കുമ്പോൾ കൊള്ളാം, അവൾക്ക് കാര്യങ്ങൾ അറിയാം എന്ന് തോന്നുമ്പോൾ ആളുകൾ നിങ്ങളോട് സംസാരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ ഓപ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം വരും. കാരണം കേൾക്കാനിരിക്കുന്നത് 50% കൂടുതൽ സ്ത്രീകളാണ്. കാരണം രാഷ്ട്രീയം ഒരു സ്ത്രീ പറയുമ്പോഴുള്ള ക്രെഡിബിലിറ്റിയെ പറ്റി നല്ല ധാരണ പൊതുസമൂഹത്തിനുണ്ട്. ഒരു സ്ത്രീ വന്ന് പറയട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലുള്ള സ്ത്രീകൾ വരണം എന്ന് പറയുന്ന എത്രയോ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മൾ വിളിക്കുന്നത് ഒരു സ്ത്രീ വന്ന് പറയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. എന്നോട് ഫോൺ വിളിക്കുന്ന എല്ലാവരും ഒരുപക്ഷെ പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു സ്ത്രീ പറയുന്നതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി വളരെ കൂടുതലാണ്, പ്രത്യേകിച്ചും പൊളിറ്റിക്സ്. അത് രാഷ്ട്രീയം സംസാരിക്കുക. നമ്മുടെ തലമുറയിൽ നല്ലൊരു വിഭാഗം കുട്ടികൾ, ഇപ്പോൾ ഈ ജെൻസെറ്റിലൊക്കെ വരുന്ന നല്ലൊരു വിഭാഗം കുട്ടികൾ ആ രാഷ്ട്രീയതയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് ഒരു ആവശ്യമില്ല എന്നുള്ളൊരു ഫീല് വരുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്? അതിനെങ്ങനെയാണ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുക? പൊതുവേ സൊസൈറ്റിക്ക് പൊളിറ്റിക്സിനോടുള്ളൊരു അവേർഷൻ കുറച്ച് കാലങ്ങളായിട്ടൊക്കെ ഉണ്ട്. പൊളിറ്റിക്സ് എന്തോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു മോശപ്പെട്ട എന്തോന്നാണ് എന്നുള്ള ധാരണ പുതിയ കുട്ടികൾക്ക് പ്രത്യേകിച്ചും, കാരണം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ള ക്യാമ്പസുകളിൽ പോലും രാഷ്ട്രീയത്തോട് നിൽക്കുന്ന കുട്ടികളൊക്കെ വളരെ കുറഞ്ഞു വരുന്നൊരു കാലഘട്ടമാണ്. അത് ഈ പറഞ്ഞതുപോലെ പല ഇൻഫ്ലുവൻസസ് ഉണ്ടായിരിക്കാം. കാരണം അവർ രാഷ്ട്രീയത്തെക്കാൾ പല കാര്യത്തിൽ അവർ ഓറിയൻറ്റഡ് ആണ്. കാരണം ഒരുപക്ഷെ കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളായിരിക്കാം, പുറത്തു പോവുക എന്നൊക്കെയുള്ള ജീവിതത്തിൻ്റെ വലിയ സാധ്യതകളെ പറ്റി ചിന്തിക്കുന്ന കുട്ടികളാവാം.
അല്ലെങ്കിൽ ഇതൊക്കെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന, ഞാൻ പറയണത് രാഷ്ട്രീയത്തിൽ നിങ്ങൾ രാഷ്ട്രീയത്തിൽ നിൽക്കുകയും അതേസമയം നിങ്ങൾ അക്കാഡമിക്കലായിട്ട് നിൽക്കുകയും അതേസമയം നിങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടി മൾട്ടി ടാസ്കിങ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. അതിനെ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം, പല കാരണങ്ങളും അതിന് ഉണ്ടാവാം എന്നുള്ളത് തന്നെയാണ്. മാതൃഭൂമി മാമിൻ്റെ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അല്ലേ? എങ്ങനെയാണ് മാമിൻ്റെ എഴുത്തുകളൊക്കെ ഈ തിരക്ക് പിടിച്ച യാത്രകൾക്കിടയിൽ പുസ്തകം എന്നൊക്കെ എങ്ങനെയാണ്? ആക്ച്വലി കോളംസ് ഒക്കെ എഴുതാറുണ്ട്, പക്ഷെ കവിത എന്ന് പറയുന്നത് അതൊരു ജീവിതത്തിൽ ഏറ്റവും അതിന്റെ പേര് നല്ലൊരു രസമുള്ള പേരാണ്, പ്രണയ മാനിഫെസ്റ്റോ. പ്രണയ മാനിഫെസ്റ്റോ എന്നാണ്, കവിതകളുടെ ഒരു സമാഹാരമാണ്. 2023 പബ്ലിഷ് ചെയ്തത്, മാതൃഭൂമിയാണ് ചെയ്തത്. അപ്പോൾ അതിങ്ങനെ കുറച്ച് നാളായിട്ട് എഴുതിയിട്ടുള്ള പ്രണയ മാനിഫെസ്റ്റോയിലെ ഒരു കവിത കേൾക്കണമെന്നുണ്ട്, കാരണം ഒരു തീപ്പൊരി നേതാവിൻ്റെ കവിതകളിലെ പ്രണയം ഒന്ന് അറിയണമെന്നുണ്ട്. അതല്ലേ ആത്യന്തികമായിട്ട് എന്നോട് പിന്നെ എന്താണ് നിങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഉത്തരം ഞാൻ കവിത എഴുതുന്ന ആളാണ് എന്ന് പറയാനാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് എന്തായാലും ഒരു കവിത കേൾക്കണം. ശലഭവീട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കവിത. എൻ്റെ ഹൃദയം ചിത്രശലഭങ്ങളുടെ വീടാകുന്നു, എൻ്റെ ഹൃദയം ചിത്രശലഭങ്ങളുടെ വീടാകുന്നു, നിന്നെ ഓർക്കുമ്പോൾ മാത്രം ചിറകനക്കുന്ന ശലഭങ്ങൾ, നിന്നെ ഓർക്കുമ്പോൾ മാത്രം ചിറകനക്കുന്ന ശലഭങ്ങൾ. പ്രണയം ഉണ്ടായിരുന്നോ ജീവിതത്തിൽ? ജീവിതത്തിൽ പ്രണയങ്ങളില്ലാതെ മനുഷ്യർക്ക് മുന്നോട്ട് പോകാൻ കഴിയും? പ്രണയത്തിൽ നിലനിൽക്കുന്നതാണോ ഇഷ്ടം, പ്രണയത്തിന് പുറത്തുനിന്ന് പ്രണയത്തെ വീക്ഷിക്കുന്നതാണോ ഇഷ്ടം? അല്ല, പ്രണയത്തിൽ നമുക്ക് എന്തെങ്കിലും കാര്യത്തെ പുറത്തുനിന്ന് വീക്ഷിക്കാൻ കഴിയുമോ? പൂർണ്ണമായിട്ട് വീക്ഷിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ പറയില്ലേ മനുഷ്യർക്ക് ഇപ്പം വിശപ്പറിയണമെങ്കിൽ നിങ്ങൾക്ക് വിശന്നേ പറ്റൂ, ദാരിദ്ര്യം എന്താണെന്നറിയണമെങ്കിൽ നിങ്ങളതിലൂടെ പോയേ പറ്റൂ, പേടി എന്താണെന്നറിയണമെങ്കിൽ ഒരാൾ പറയും അയ്യോ ഭയങ്കര പ്രശ്നമാണ് അത് ഇതെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയില്ല. നിങ്ങൾക്ക് അറിയുന്നതിനൊരു പരിധിയുണ്ട്. മറ്റൊരുവൻ്റെ പേടിയോ മറ്റൊരുവൻ്റെ പ്രണയമോ മറ്റൊരുവൻ്റെ ദാരിദ്ര്യമോ മറ്റൊരുവൻ്റെ വിശപ്പോ ഒക്കെ അറിയുന്നതിനൊരു പരിധിയുണ്ട്. അത് നിങ്ങൾക്കുണ്ടാവുമ്പോൾ മാത്രമാണ് അത് പൂർണ്ണമായി അതിനെ മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ ജീവിതത്തിൽ അതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എപ്പോഴും എന്നോട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മല്ലിക നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്താണ്, അപ്പോൾ മല്ലിക എന്നോട് പറയുന്നൊരു കാര്യമാണ്, ഇത് എന്തോ പിന്നെ നിന്നെ കാണുകയും പിന്നെ ഈ പുസ്തകം വായിക്കുകയും ചെയ്യുമ്പോൾ അത് ഒരിക്കലും മാച്ച് ആവാത്ത എന്തോ രണ്ട് കാര്യങ്ങൾ പോലെ എന്നെടുത്ത് നീ തന്നെ എഴുതിയതല്ലേ എന്നോട് സംശയം ചോദിക്കുന്ന ആളുകളുണ്ട് എന്ന് പറയാറ്. നമ്മൾ വലിയ ബുദ്ധിജീവികൾ എന്നൊക്കെ പറയുന്ന ആളുകൾ കേരളത്തിലെ പല വിഷയങ്ങളിലും സെലക്റ്റീവ് പ്രതികരണങ്ങൾ നടത്തുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. എന്താണ് മാമിന് ആ വിഷയത്തിൽ പറയാനുള്ളത്? അല്ല, തീർച്ചയായിട്ടും ഇപ്പോൾ ഇന്നലെയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ പോലും ഞാൻ പറയുന്നത് പിന്നെ മുഖ്യമന്ത്രി ഇന്നലെ സഭയിൽ നടത്തിയിട്ടുള്ള ഒരു പരാമർശം, ഇന്ന് ചിത്തരഞ്ജനെ പോലെയുള്ള ഒരു MLA നടത്തിയിട്ടുള്ള, ഒരു ഭരണകക്ഷി MLA നടത്തിയിട്ടുള്ള പരാമർശം മനുഷ്യത്വ വിരുദ്ധമാണ്. ഞാൻ അതിൽ കുറഞ്ഞിട്ടുള്ളൊരു വാക്ക് അതിൽ ഉപയോഗിക്കാൻ കഴിയില്ല. മനുഷ്യത്വ വിരുദ്ധമാണ്. എത്ര ലേഖനങ്ങൾ വന്നു. ഇതിപ്പം ഞാൻ പറയുന്നത് കോൺഗ്രസ്സുകാരങ്ങനെ പറയും എന്നല്ല ഞാൻ പറയുന്നത്, ഇത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ഇവിടെ ഉപന്യാസങ്ങളും ഇവിടെ പിന്നെ കവിതകളും ഇവിടെ വലിയ ട്യൂഷൻ ക്ലാസ്സുകളും വലിയ പ്രസംഗങ്ങളും നടക്കേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ ഈ കേരളത്തിലെ ഒരു സ്ലാൻറ്റിങ് വശമാണ്, എവിടെയൊക്കെയാണ് ചെരിയേണ്ടതെന്ന് അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെ ചെരിഞ്ഞ് നിൽക്കുമ്പോൾ തങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളും തങ്ങൾക്ക് കിട്ടുന്ന പിന്നെ പദവികളും തങ്ങൾക്ക് കിട്ടുന്ന ബോർഡുകളും പിന്നെ സംഗീത അക്കാദമിയിലും സാഹിത്യ അക്കാദമിയിലും ഞങ്ങൾക്ക് കിട്ടുന്ന പൊസിഷനും ഇതൊക്കെ നിലനിർത്തിക്കൊണ്ടുള്ള വളരെ സെലക്റ്റീവായിട്ട് പിന്നെ അവസരോചിതമായിട്ട് മാത്രം വളരെ ചൂസിങ് ആയിട്ട് മാത്രം പ്രതികരണം നടത്തുന്ന ആളുകളാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു 1 or 2 ലൈനിലുള്ള ഉത്തരം പറയണം, ഒരു റാപ്പിഡായിട്ട് ഒരു 5 കാര്യങ്ങൾ ചോദിക്കും. കേരളത്തിലെ സ്ത്രീ രാഷ്ട്രീയം ഒരുപാട് മുന്നോട്ട് സഞ്ചരിക്കേണ്ടതുണ്ട്. കാരണം 50% വരുന്ന മനുഷ്യരെ റെപ്രസെൻറ്റ് ചെയ്യാൻ കേരളത്തിൽ ഇന്ന് നിൽക്കുന്ന പാർലമെൻ്ററി പൊളിറ്റിക്സിന് കഴിയുന്നുണ്ടോ എന്നുള്ളത് ഞാൻ വളരെ ഗൗരവകരമായി ഞാൻ മാത്രമല്ല പൊതുസമൂഹവും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പൊളിറ്റിക്സ് പാട്രിയാർക്കിസത്തിനാണോ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്? എല്ലായിടങ്ങളിലും പാട്രിയാർക്കി ഉണ്ട്. നമ്മുടെ വീടുകളിൽ പാട്രിയാർക്കി ഉണ്ട്, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പാട്രിയാർക്കി ഉണ്ട്. പൊളിറ്റിക്സ് കുറേ കൂടെ ഹൈലി പാട്രിയാർക്കലായിട്ടുള്ളൊരു സിസ്റ്റമാണ്. കാരണം ഏറ്റവും ഒടുവിൽ പിന്നെ ജോലിയിൽ സ്ത്രീകൾ കയറാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി, കുടുംബത്തിൽ സ്ത്രീകൾ അധികാരം സ്ഥാപിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. പക്ഷെ രാഷ്ട്രീയത്തിലാണ് ഏറ്റവും ഒടുവിൽ സ്ത്രീകൾ അധികാരത്തിലേക്ക് വരാൻ തുടങ്ങിയത്. ഒരു പൊതുപ്രവർത്തക എന്നുള്ള രീതിയിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും കുറേ മാറ്റങ്ങൾ, അതിപ്പം വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സ്ത്രീകളുടെ മുന്നേറ്റത്തിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് അത് തീർച്ചയായിട്ടും വർദ്ധിപ്പിക്കാനുള്ള കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നമ്മളുടെ സമൂഹത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു പിന്നെ 3 കോടി മനുഷ്യരുള്ളതിൽ 1 കോടി മനുഷ്യർ നിത്യജീവിതത്തിന് പ്രയാസപ്പെടുന്ന മനുഷ്യരാണ്. അതായത് അന്നന്ന് വേണ്ട കാര്യങ്ങൾ അന്നന്ന് പോലും ചെയ്ത് മുന്നോട്ട് പോകാൻ നിവൃത്തിയില്ലാത്ത മനുഷ്യരാണ്. അവരെയാണ് കൺസിഡർ ചെയ്യപ്പെടേണ്ടത്. ആ 3 കോടിയിൽ ആ 2 കോടിയെ പറ്റിയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, ആ 1 കോടിയെ പറ്റി ചിന്തിക്കേണ്ടതാണ് പൊതുപ്രവർത്തനത്തിൻ്റെയും ഭരണകൂടത്തിൻ്റെയും ഒക്കെ ഉത്തരവാദിത്വം. എഴുത്ത്, പ്രസംഗം അതിനൊരിക്കലും എന്താ പറയുക
എന്താ പറയുക, ഏതാണെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമില്ല. അത് പൂർണ്ണമായിട്ടും അതിന് ഉത്തരമില്ല. വേറെ എന്ത് നിങ്ങൾ 2 തന്നിട്ട് ഒന്നെടുത്തോളം പറഞ്ഞാൽ ഞാൻ എടുക്കും. പക്ഷെ ഇതിനെനിക്ക് എന്താ പറയുക, അതിന് 2 തന്നിട്ട് ഒന്നെടുക്കാൻ പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. സൗഹൃദം, ഞാൻ അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളെന്നുള്ള ഒരാളേ അല്ല. ഞാനത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുമല്ല. എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ വളരെ നന്നായി അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷെ വളരെ അപൂർവം മനുഷ്യരെ ഞാൻ കൂടെ കൂട്ടാറുണ്ട്. പൊതുപ്രവർത്തനം എന്ന് പറയുന്നതിനെ അതിനെങ്ങനെയാണ് പൊതുപ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും തമ്മിൽ പിന്നെ ഒരു അന്തരം ഉണ്ടാവരുത് എന്നുള്ളത് തന്നെയാണ്. നമുക്ക് രണ്ടാണ്. ചിരിയും ചിന്തകളും കുറേ നല്ല കവിതകളുമായി ഒത്തിരി നല്ല സമയമാണ് ഞങ്ങളുമായിട്ട് ചിലവഴിച്ചത്. താങ്ക് യു. രാഷ്ട്രീയത്തിൻ്റെ ഈ നന്മ വഴികളിൽ ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഒത്തിരി മനുഷ്യരെ കാണാനും അവരുടെ ജീവിതത്തിലൊക്കെ മാറ്റം വരുത്താനും കഴിയട്ടെ. ഞങ്ങളോടൊപ്പം ഇരുന്നതിന് നന്ദി. താങ്ക് യു. നല്ല കോൺവെർസേഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച്.